ഹായ് ഓൾ, ഞാൻ അനുദി. ഡിഗ്രി ലെവലിൽ അടുത്ത നോട്ടിഫിക്കേഷൻസ് PSC പരീക്ഷകൾക്ക് വന്നു തുടങ്ങി. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പണ്ട് കാണിച്ച അബദ്ധം നിങ്ങൾ കാണിക്കരുത് എന്ന് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഡിഗ്രി ലെവൽ എക്സാംസ് എടുക്കുമ്പോൾ അധികം എന്താ പറയുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയോ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ പോലെയോ ഫേമസ് അല്ലാത്തൊരു പരീക്ഷയാണ് SBCID. ഞാനും കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഞാൻ എഴുതിയ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ SI എക്സൈസ് ഇൻസ്പെക്ടർക്ക് ഒരു സമയമായിരുന്നില്ല, അതിന്റെ കൂടെ ഈ പരീക്ഷ അന്നും വിളിച്ചിരുന്നു. പക്ഷെ ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും, യൂണിഫോംഡ് പോസ്റ്റ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒന്നും അല്ല. ഇത് SBCID എന്നാണ് പേരെങ്കിലും ഇത് ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. കഴിഞ്ഞ വർഷത്തെ സിലബസിലാണെങ്കിലും IPC CRPC BNS പോലുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ലായിരുന്നു. അപ്പൊ അന്ന് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പരീക്ഷ എഴുതാൻ പോലും പോയില്ല, അപ്ലൈ പോലും ചെയ്തിരുന്നില്ല എന്ന് ഞങ്ങളൊന്നും. ആ അബദ്ധം നിങ്ങൾ ആരും കാണിക്കരുത്. ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ ആണെങ്കിൽ കഴിഞ്ഞ വർഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഉള്ള സിമിലർ സിലബസ് തന്നെയായിരുന്നു ഈ പരീക്ഷയുടെയും പ്രിലിംസിനും മെയിൻസിനും. ഈ വർഷം ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരാം, എന്നാലും പ്രിലിംസിന്റെ സിലബസ് പഴയത് തന്നെയാവും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു പരീക്ഷ വിട്ടുകളയരുത്. മറ്റ് പരീക്ഷകൾക്ക് എന്തായാലും നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പൊ സിമിലർ ടോപ്പിക്സ് തന്നെയായിരിക്കും ഇവിടെ വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ അപ്ലൈ ചെയ്ത് കിട്ടുക. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. നമുക്ക് 2026 പരീക്ഷ കാണാൻ സാധ്യതയുള്ളത്. പക്ഷെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. വളരെ മികച്ച നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നിരുന്നത്. അപ്പൊ ഞങ്ങൾ അന്ന് കാണിച്ച അബദ്ധം നിങ്ങൾ ആരും കാണിക്കരുത്. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ഐഡിയ ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തരാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക് ഉപയോഗിച്ച് ചാനലിലെ അംഗങ്ങളാവുക. ഇഷ്ടംപോലെ ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ചാനലിൽ നിന്ന് കിട്ടും. അതായത് ഡെയിലി രാവിലെ മോക്ക് ടെസ്റ്റ് അവിടെ കൃത്യമായി നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഏത് എക്സാംസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് ഈ പരീക്ഷ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള തന്ത്രങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കണ്ടോ, ജൂൺ 4 2025 രാത്രി 12 മണി വരെ അപ്ലൈ ചെയ്യാം. കേരള പോലീസിന്റെ അണ്ടറിലുള്ള ഒരു സർവീസ് തന്നെയാണ് ഇത്. പക്ഷെ യൂണിഫോം ഇല്ല, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഒരു ക്ലറിക്കൽ സ്വഭാവമുള്ള ജോലിയാണ് ഇത്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണല്ലോ, അസിസ്റ്റന്റ് ജോബാണ്. ഇറ്റ്സ് എൻ അസിസ്റ്റന്റ് ജോബ്. നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുമ്പോൾ ഡിഗ്രി ലെവലിൽ വരുന്ന പരീക്ഷകളാണ് അവയിൽ, അല്ലെ? ഡിഗ്രി ലെവലിൽ വരുന്ന പരീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ നല്ല സാലറി ഉണ്ട്, നല്ല കരിയർ ഗ്രോത്ത് ഉണ്ട്. അത്ര നല്ല നല്ല പോസ്റ്റ് ആണത്. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം 100, 130 ഏകദേശം ആ ഒരു നിലയിൽ ആൾക്കാരെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ വിശ്വാസം. ഈ വർഷം നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. എന്തായാലും പോയി എഴുതുക. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പ്രായപരിധി 36 വയസ്സ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. എഗെയിൻ റിസർവേഷൻ ഉള്ള കാറ്റഗറിക്ക് അതിൽ കൂടുതൽ പ്രായത്തിലുള്ള ആൾക്കാർക്ക് എഴുതാട്ടോ. ഞാൻ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു പരീക്ഷയുടെ ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെ പാസ്സാവേണ്ടത്, എങ്ങനെ പഠിച്ച് പാസ്സാവണം? കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ കണ്ടിരുന്നോ നിങ്ങൾ? ഞാൻ അതും ടെലിഗ്രാം ചാനൽ ഇടാൻ ശ്രമിക്കാം. നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മൾ ചോദ്യങ്ങൾ വരുന്നവിടുന്നതെന്ന് അറിയണം, അത് കൃത്യമായി പഠിക്കണം, സിലബസ് വെച്ച് പഠിക്കണം, അതിനോടൊപ്പം സ്മാർട്ട് വർക്കും ചെയ്യണം. ഞാൻ സ്ഥിരം വീഡിയോസിലൊക്കെ പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ എനിക്ക് നിങ്ങളടുത്ത് ഊന്നി പറയാനുള്ളത്. ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. കഴിഞ്ഞ വർഷത്തെ SBCID പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളിൽ കൂടെ നമുക്ക് ആ ഒരു ടെക്നിക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. ഇത് ഇവിടെ വർക്കൗട്ട് ആവോ ഇല്ലയോ നമുക്കൊന്ന് അറിയണമല്ലോ, അല്ലെ? ഒന്നാമതായി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ SBCID പരീക്ഷയിലെ കോഡ് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതൊക്കെ പാറ്റേൺ മാറിയ സമയത്ത് PSC ചോദിച്ച ചോദ്യങ്ങൾ. അന്ന് തന്നെ ഇത്രയും നിലവാരത്തിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പാറ്റേൺ മാറിയിട്ട് കുറച്ചു കാലമായി. ഇനി അങ്ങോട്ട് ഇതിലും നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഈ ചോദ്യം എന്താണ്? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അവർക്ക് ഈ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാൻ, അതായത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഒരു ബഡ്ജറ്റ് കൊണ്ടുവരും, നമ്മൾ റാൻ മൂളി അത് ഇംപ്ലിമെന്റ് ചെയ്യും. അത് ഡിസ്കസ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ലായിരുന്നു. വോട്ട് ചെയ്യാനുള്ള അധികാരം പോലും ഇല്ലായിരുന്നു. പക്ഷെ ഒരു കാലഘട്ടത്തിന് ശേഷം ആ ബഡ്ജറ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ നമുക്ക് കനിഞ്ഞ് അനുവദിച്ചു തന്നു. അത് കൗൺസിൽസ് ഓഫ് ഇന്ത്യ ആക്ട് 1892 1892. അപ്പൊ അതാണ് ഈ ചോദ്യം. ഏത് വർഷമായിരുന്നു എന്നായിരുന്നു ചോദ്യം. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം ഇതൊക്കെ സിവിൽ സർവീസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഈ ഒരു പ്ലേലിസ്റ്റ് കാണുകയാണെങ്കിൽ, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന പ്ലേലിസ്റ്റ് കാണുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്നും, അതായത് റെഗുലേറ്റിംഗ് ആക്ട് 1773 മുതൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് 1947 വരെയുള്ള സെഗ്മെന്റിൽ നിന്നും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ധാരാളം കിട്ടും.
അതാണ് ഞാൻ പറയുന്നത്. കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങി നമുക്ക് പഠിക്കണം. ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നത് മനസ്സിലാകും. ഇതൊക്കെ UPSC മാതൃകാ ചോദ്യങ്ങളാണ്. സ്പെക്ട്രം, ലക്ഷ്മികാന്ത്, ഈ 2 പുസ്തകത്തിൽ ഈ പോയിന്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മളങ്ങ് പഠിച്ചാൽ മതി. ഇത് വളരെ രസകരമായി കഥയിൽ കൂടെയും അല്ലെങ്കിൽ വിശകലനാത്മകവുമായി പഠിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും വലിയ റോക്കറ്റ് സയൻസ് അല്ല. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. BA ആവാം, BSc ആവാം, BCom ആവാം. നിങ്ങൾ ഗ്രാജുവേഷനിൽ പഠിച്ച അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് PSC ഇവിടെ പഠിക്കാൻ കാണത്തില്ല. അപ്പൊ ആ ഒരു മെന്റാലിറ്റി, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. ഗ്രാജുവേഷൻ, യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു +2 നിലവാരത്തിലുള്ള കാര്യങ്ങളാണ്. അത് അച്ചടക്കത്തോടു കൂടി നമ്മൾ കുത്തിയിരിക്കാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചെടുക്കാനും പറ്റും. ഒരു 6-7 മാസം മാത്രം നിങ്ങൾ ഇതിനോട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു ചോദ്യം കണ്ടോ, മറ്റൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാ. ജോഗ്രഫി എന്നുള്ള ചോദ്യമാണ്. വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി എന്നുള്ള ചോദ്യമാണ് അല്ലെ. ഭൂരൂപങ്ങൾ, ലാൻഡ് ഫോംസ് എന്നുള്ള ചോദ്യമാണ്. സിർക്ക്, ഹോൺ, യു ഷേപ്ഡ് വാലീസ്, ഇതൊക്കെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ്. അല്ലെങ്കിൽ സ്റ്റാൽഗസൈറ്റ്, സ്റ്റാൽഗമൈറ്റ്, പില്ലേഴ്സ്, ഇതൊക്കെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആണ്. ഇതൊക്കെ എവിടെ നിന്നായി ചോദ്യം വരുന്നത്? ഇതൊക്കെ NCERT-യിലെ +1 NCERT-യിലെ ചാപ്റ്ററിൽ നിന്ന് കോപ്പി പേസ്റ്റ് ആണ്. ലാൻഡ് ഫോംസ് ആൻഡ് റെവല്യൂഷൻ എന്ന NCERT ചാപ്റ്റർ ഉണ്ട്. ഇതൊക്കെ +2 നിലവാരത്തിലുള്ള ചോദ്യമാണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാൻ. പക്ഷെ ഇന്ന് മുൻപ് PSC ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ചോദിച്ചു തുടങ്ങുകയാണ്. അത് കൃത്യമായുള്ള ക്ലൂ ആണ് നിങ്ങൾ മുമ്പിൽ വെച്ചിരുന്നത്. ഇനി അടുത്ത പരീക്ഷയ്ക്ക് എവിടെ നിന്നാണ് ചോദ്യം വരിക? NCERT നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരും. ഇവിടെ ഫിഗർ വെച്ച് അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്റ്റാൽഗസൈറ്റ്, പില്ലർ എന്താണ്, ഇതൊക്കെ കാർസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. പക്ഷെ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ പഠിക്കണം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. NCERTs വെച്ച് പഠിക്കുക, SCERTs വെച്ച് പഠിക്കുക, അതിനോടൊപ്പം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ വെച്ച് പഠിക്കുക. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി അത്. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും. ലാപ്പീസ്, സിങ്ക് ഹോൾ, ഇതൊക്കെ എന്താണെന്നായിരിക്കും ചോദിക്കുക. ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് വളരെ കൃത്യമായിട്ട് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു നിലവാരത്തിൽ പഠിക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി വന്നില്ലെങ്കിൽ പോലും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് A ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് ആഴത്തിലുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ NCERT ഈ ഫിഗേഴ്സ് കണ്ടോ, സിർക്ക് എന്താണ്, ഹോൺ എന്താണ്, നമ്മൾ തൊട്ടുമുമ്പേ കണ്ട ചോദ്യത്തിനകത്തെയാ. യു ഷേപ്ഡ് വാലി എന്താണ്, എല്ലാം കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് വാലി എന്താണ്, അടുത്ത പ്രാവശ്യം വരുന്ന ഹാങ്ങിങ് വാലി എന്താണെന്നായിരിക്കും. സോ ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സ് വയ്ക്കാന്നുണ്ടെങ്കിൽ, ചിട്ടയോട് കൂടി പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാർക്ക് അടിച്ചെടുക്കാവുന്ന ഏരിയാസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അന്യഗ്രഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളോടല്ല നമ്മൾ മത്സരിക്കുന്നത്. ഇത് അന്യഗ്രഹ സിലബസും അല്ല. PSC സിലബസിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തുമായിരിക്കും. എന്നാലും ജോഗ്രഫി, എക്കണോമിക്സ്, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് ഇതൊന്നും മാറത്തില്ല. മോർ ഓർ ലെസ് സിമിലർ സിലബസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ലോങ് ടൈം ബാച്ച്, ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ലോങ് ടൈം ബാച്ചിൽ ആ സിലബസ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. എന്നാലും നമുക്ക് അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായും വരും. അത്തരം മേഖലകൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് പഠിക്കുക. ഇവിടെ ഇത്തരം ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം സ്മാർട്ടായിട്ട് ചിന്തിക്കണം. നിങ്ങൾ സ്മാർട്ടായിട്ട് ചിന്തിക്കണം. കാരണം എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ സിലബസ് 100% ഒന്നും പഠിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് ഒക്കത്തില്ല. PSC ഇപ്പിടുന്ന സിലബസ് കാണാം, വളരെ ഡീറ്റെയിൽഡ് ആണ്, വളരെ എക്സോസ്റ്റീവ് സിലബസ് ആണ്. അപ്പൊ ഒരു മനുഷ്യായുസ് കൊണ്ടൊന്നും ആ സിലബസ് പൂർണ്ണമായും പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കണം. അതാണ് ഒരു ബ്യൂറോക്രാറ്റിക് മൈൻഡ് വേണമെന്ന് പറയുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കല്ല ഇവിടെ തയ്യാറെടുക്കുന്നത്. ഒരു ബ്യൂറോക്രാറ്റ് ആവാൻ, ഉദ്യോഗസ്ഥനാവാൻ, സ്മാർട്ട് വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയെയാണ് PSCക്ക് വേണ്ടത്. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. കഴിഞ്ഞ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ചോദ്യമാണ്. Which among the following does not come under category 1 of hydrometeorological disaster? അതായത് കാറ്റഗറി 1, 2, 3 എന്നൊക്കെ പറയുന്ന മിക്കവാറും തീവ്രതയുടെ ബേസിസിലോ മറ്റ് ജിയോ ഫിസിക്കൽ ഫിനോമിനാസിന്റെ ബേസിസിലോ ആണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ചോദ്യത്തെ തന്നെ ഒരു ക്ലൂ, ഇതാണ് കറക്കി കുത്താൻ നിങ്ങൾ പഠിക്കണം. കറക്കി കുത്താൻ പഠിച്ചേ പറ്റത്തുള്ളൂ. എലിമിനേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ ചോദിക്കുന്നത് എന്താ, ഇതിനകത്ത് 4 സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ഏതോ ഒരെണ്ണം കാറ്റഗറി 1 അല്ല, ബാക്കി 3 എണ്ണം കാറ്റഗറി 1 ആണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഇന്ന് ഓട് 1 ഔട്ട് ആരാ നോക്കിയാൽ പോലെ തീവ്രതയുടെ ബേസിസിലോ നോക്കിയേ. ഇതിനകത്ത് ഏതായിരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ഫ്ലഡ് ആണോ, ലൈറ്റിംഗ് ആണോ, സൈക്ലോൺ ആണോ, സുനാമി ആണോ? നമുക്കറിയാം സുനാമി അടിക്കുമ്പോഴാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ബാക്കിയൊക്കെ ഏകദേശം ഒരേ ഫാമിലിയിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ്. എനിക്കറിയാം ഇത് ഒരുമിച്ച് നമ്മൾ ഫസ്റ്റ് ടൈം എന്നാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഒരു പക്ഷേ കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ ഈ എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ലോജിക്കലായി ഉത്തരം കണ്ടെത്തുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, ഒരു എക്സസൈസ് ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റ് ആവും. ഇതൊക്കെ ഞാൻ അടുത്ത ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? D ആണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യം. അടുത്തൊരു ചോദ്യം നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ. കറക്കി കുത്താൻ പറ്റുമോ നോക്കിയാലോ. ചോദ്യം എന്താണ്? ഇത് SPCID-ലെ ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ്. നമുക്കറിയാം സ്റ്റിറോയിഡുകൾ
ബോഡി ബിൽഡേഴ്സ് ഒക്കെ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്ന പറയുന്നത് അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ്. അപ്പോൾ സ്റ്റിറോയിഡ് മോശമെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഈ സ്റ്റിറോയിഡ് എന്നുള്ളത് മാറ്റുക, ആൽക്കഹോളിസം ആക്കുക, ആൽക്കഹോളിസം അല്ലെങ്കിൽ ടുബാക്കോ യൂസ് ആക്കുക, അല്ലെങ്കിൽ ഇപ്പൊ MDMA ആണല്ലോ ഫാഷൻ, MDMA ആക്കുക, MDMA അല്ലെങ്കിൽ കഞ്ചാവ് ആക്കുക, കഞ്ചാവ്. ഇതിനകത്ത് ഏത് വന്നാലും ഇതെല്ലാം ശരിയാവും, ഈ ഉത്തരങ്ങളെല്ലാം ശരിയാവും. കാര്യം ഒരു ഒരു നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ സിംറ്റംസിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ അധികം വല്ലെന്ന് ആലോചിച്ച് നോക്കിയാൽ ലിവർ ഡിസ്ഫങ്ഷൻ വരില്ലേ? നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിലൊക്കെ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ പുകവലിക്കുന്നു, അല്ലെങ്കിൽ മറ്റേന്ന് ലിവർ അടിച്ചോ ഹൃദയം അടിച്ചോ എല്ലാം അടിച്ചോ ഒരു സംശയം വേണ്ട. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ. വാട്ട് അബൌട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? ഹേർട്ട് അറ്റാക്സിന്റെ സ്ട്രോക്സിന് ഇൻസിഡന്റ് കൂടുന്നു. അതിപ്പോ സ്റ്റിറോയിഡ് യൂസ് ചെയ്താൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് മോശമാകുന്ന എന്ത് യൂസ് ചെയ്താലും ഹാർട്ട് അറ്റാക്സിന്റെ സ്ട്രോക്കിന്റെ റിസ്ക് കൂടില്ലേ? പോട്ടെ, നിങ്ങൾ അതിഭീകരമായ രീതിയിൽ നോൺ വെജ് ഫുഡ് കഴിക്കുന്നിരിക്കട്ടെ, 24 മണിക്കൂർ നിങ്ങൾ നോൺ വെജ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാന്നിരിക്കട്ടെ, എന്നാൽ പോലും ഇത് വരില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡിക്രീസ് ഇൻ ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് സെക്രീഷൻ സ്പേം പ്രൊഡക്ഷൻ അല്ലേ? സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്റിറോൺ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ സെക്രീഷനും സ്പേം പ്രൊഡക്ഷനും കുറയ്ക്കുന്നു പറയുന്നത്. ഇത് മദ്യപിക്കുകയാണെങ്കിൽ, പുകവലിക്കുകയാണെങ്കിൽ, സ്റ്റിറോയിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്ത് തോന്നിവാസം കാണിച്ചാൽ ഇതിലേക്കൊക്കെ തന്നെ നയിക്കില്ലെന്ന് ആലോചിച്ച് നോക്കിയേ. അത് പിള്ളേരുണ്ടാകത്തില്ല നിങ്ങൾ സ്റ്റിറോയിഡ് ഒക്കെ അടിച്ച് കയറ്റാന്നുണ്ടെങ്കിൽ. അപ്പൊ അത് നമ്മൾ കോമൺ സെൻസ് കൈവിടാതെ, എക്സാമ്പിൾ സ്ട്രെസ്ഫുൾ ആവാതെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റണം. ഇതോ മെൻസ്ട്രുവൽ ആൻഡ് ഒവേറിയൻ ഇറഗുലാരിറ്റീസ് ഇൻ ഫീമെയിൽ, സ്ഥിരമായി വെള്ളമടിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കില്ലേ? ആണുങ്ങളുടെ സെക്ഷുവൽ അല്ലെങ്കിൽ ആണുങ്ങളുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ, സെക്ഷുവൽ കപ്പാസിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഒബ്വിയസ്ലി ഫീമെയിൽ കൗണ്ടർ പാർട്ടിന് ബാധകമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 3 ശരിയാണെങ്കിൽ 4 ശരിയായാലേ പറ്റുള്ളൂ. ഇതിന് കോമൺ സെൻസ് ആലോചിക്കും, ഇത് എല്ലാം ശരിയായേ പറ്റത്തുള്ളൂ. ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സിന്റെ സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുമ്പോൾ ധാരാളമുണ്ട്. എല്ലാം പഠിച്ചിട്ട് പോയാൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല ഇത്. കോമൺ സെൻസ് ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യമാണ്. ഇതിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ പരുവപ്പെടുത്തേണ്ടത്, ട്യൂൺ ചെയ്യേണ്ടത്. ഞാനൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാം, ഇതിന് ഉത്തരം എന്തിനും നിങ്ങൾ തന്നെ പറയണം. അഗ്രികൾച്ചർ ഡിവിഷൻ ഓഫ് കേരള പ്ലാനിംഗ് ബോർഡ് അല്ലേ, ഇതിന്റെ ഇനിഷ്യേറ്റീവ് അല്ലാത്തത് എന്തെന്നാ ചോദ്യം. അപ്പൊ അത് ഇൻഡയറക്റ്റ് ആയ ക്ലൂ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ 3 എണ്ണം ഇനിഷ്യേറ്റീവ് ആണ്, ഇത് ഒരെണ്ണമാണ് ഇനിഷ്യേറ്റീവ് അല്ലാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ കൃഷിയുമായി ബന്ധം ഉള്ളതാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും. റിലേറ്റീവ്ലി ബന്ധം കുറവുള്ള ഓപ്ഷൻ ഏതാ നോക്കിയത്. കാര്യം ബാക്കി 3 ഒരു സെറ്റാണ്, ഏത് ഒരെണ്ണമാണ് ഓഡ് വൺ ഔട്ട്. ഇപ്പം ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്, നമുക്കറിയാം. പന്നി ഇറങ്ങി കൃഷി നശിപ്പിച്ചു, അല്ലെങ്കിൽ വന്യമൃഗം കൃഷി നശിപ്പിക്കുന്ന സ്ഥിരം പ്രശ്നമുണ്ട്. അപ്പൊ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് നമുക്കറിയാം. തേങ്ങാക്കുലകൾ ആടുന്നു, കോക്കനട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടതാണോ? സോയിൽ മാപ്പിംഗ്, മണ്ണ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണോ? സാനിറ്റേഷൻ കൃഷിയുമായി ബന്ധപ്പെട്ടതാണോ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഉത്തരം എന്താണെന്ന് പറയാം. അതിനകത്ത് ഏതാണ് കൃഷിയുമായി റിലേറ്റീവ്ലി ബന്ധം കുറവുള്ള ഓപ്ഷൻ നോക്കുക. ഇതാണ് സ്മാർട്ട് വർക്ക്. ഇനിയുള്ള PSC പരീക്ഷകൾ നിങ്ങൾ ഇങ്ങനെ തന്നെ തയ്യാറെടുക്കണം. ഇതിന് ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. ഇപ്പൊ ഞങ്ങൾ പുതിയതായി ആരംഭിച്ചിട്ടുള്ള ലോങ് ടേം ഡിഗ്രി ബാച്ചിലും ഇത്തരം പരിശീലനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. SPCID മാത്രമല്ല, എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ധാരാളം പരീക്ഷകളാണ് വരാനിരിക്കുന്നത്. ഈ പരീക്ഷകളുടെ ഒക്കെ പ്രിലിംസിന്റെ സിലബസ് കോമൺ ആയിരിക്കുമല്ലോ. അപ്പൊ ആ സിലബസ് അരച്ച് കലക്കി ഞങ്ങൾ ഈ ബാച്ച് നിങ്ങളെ പഠിപ്പിക്കും. പക്ഷെ മെയിൻസ് നിലവാരത്തിലായിരിക്കും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻസിന്റെ വലിയൊരു പോർഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കവേർഡ് ആയി പൊക്കോളും. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, എന്റെ കൂടെ നിന്ന് അടുത്തൊരു 1 വർഷം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഒരു ഡിഗ്രി ലെവൽ ഉദ്യോഗം അല്ലെങ്കിൽ പവർഫുൾ ജോബ് എന്നൊരു നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് കുറെ കൂടെ അടുക്കാൻ സാധിക്കും, ഞാൻ ഉറപ്പുവരാം. പക്ഷെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, സ്മാർട്ട് വർക്കിംഗ് ആയിട്ടുള്ള മെന്റാലിറ്റിയോട് കൂടി തന്നെ ബാച്ചിലേക്ക് വരാൻ ശ്രമിക്കുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് മെന്റേഴ്സ് തരുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ട് ഫീസ് സ്ട്രക്ചറിൽ ഹയസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ശരി ഉത്തരം എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം. ഇത് തെറ്റിപ്പോന്നുള്ള പേടി വേണ്ട, തെറ്റാണെങ്കിൽ പിന്നെ കറക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ആൻസർ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ബൈ.